അപ്പോൾ എല്ലാവർക്കും അമ്പാടി ടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമല്ല. നമ്മളിപ്പോൾ ഒരു കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പെസ്സിലാണ്. എന്താവുമെന്നൊരു പിടുത്തം ഇല്ല. നമ്മൾ ഈ കളി ജയിക്കണം, ജയിച്ചേ പറ്റൂ. കാരണം നമുക്ക് പ്രമോഷൻ ഭയങ്കരമാണ്. ഡിവിഷൻ 8 നിൽക്കുക, 8 9 അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് കൂടണം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കളി മാക്സിമം ജയിക്കാൻ നോക്കണം. അപ്പോൾ എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് കളിക്കാം. ഇപ്പം തന്നെ മെസ്സിയുടെ നല്ലൊരു ഷോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അല്ല, ഷോട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് അത് ബാഗ് എടുത്തിട്ട് കറമിങ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ പൊട്ടനായതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല. ഓക്കെ, എതിർ ടീമിന് എന്താവും എന്തോ. അവനൊക്കെ നല്ല കളിക്കുമായിരിക്കും. എനിക്ക് വലിയ പിടുത്തമില്ല. ഞാനും വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ആവറേജ് പ്ലെയറാണെന്നേ പറയാൻ പറ്റൂ. അല്ലാതെ വലിയ അടിച്ച് മറയ്ക്കും പൊളിക്കും അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ആവശ്യമില്ല. എനിക്കങ്ങനെ ഇതൊന്നും ഇല്ല. അപ്പോൾ മാർട്ടിൻ ഒഡേഗാർഡ് ടു പെഡ്രി ആയിരുന്നു ഉദ്ദേശിച്ചത്. നടന്നില്ല. മാർട്ടിൻ ഒഡേഗാർഡ് തന്നെ ബോൾ എടുക്കാൻ നോക്കി, എടുത്തില്ല. ഒരു ലോങ് റേഞ്ചറാണ്, ഏതോ കാട്ടിക്കൂടെ പോയി. പിന്നെ എന്തുവാണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ കളി പറ്റുന്നത്രയും എന്ന് വെച്ചാൽ പറ്റുന്ന ഫുള്ള് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാമൊക്കെ പറയാം. ഇപ്പം നമ്മൾ ഈ ഗെയിം കളിക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറുവാണ്. അപ്പോൾ ഭയങ്കര ഇതായിട്ടൊരു ഗെയിമായിരുന്നു കേട്ടോ. ഭയങ്കര ഇതാണ്. ഒരു എന്തോ പറയുന്നത് പൊളിയാണ്. ഈ ഫുട്ബോൾ ഞങ്ങൾ കയറ്റണം കേട്ടോ. അത് പൊളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രാങ്ക് റിബറിയാണ് എതിർ ടീമിൽ ഓടുന്നത്. ഞാൻ ഒഡേഗാർഡും പുറകെ ഓടുന്നുണ്ട്. ഞാൻ ചുമ്മാ സൈഡോട്ട് അലക്സാണ്ടർ ബാസ്റ്റൺ വീണ്ടും ഓക്കെ, ഒരു കർവിങ് നോക്കി നടന്നില്ല. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൈ കിട്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോ ബേസ് കാർഡാട്ടോ. ഇപ്പോൾ 5 സ്റ്റാറാണ്, പക്ഷേ ബേസ് കാർഡാണ്. എനിക്ക് ഇതില്ല. ഞാൻ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റല്ലോ എന്തോ പറഞ്ഞ GP അങ്ങനെ എന്തോ സെറ്റപ്പ് അത് കൊടുത്തിട്ട് മേടിച്ച് ഒപ്പിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഞാൻ കൂടുതൽ ഗോൾ അടിച്ചേക്കുന്ന റൊണാൾഡോനെ കൊണ്ടാണ്. എത്ര 100 150 100 ഗോൾ അടുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുള്ളാ 100 ആയോന്നൊന്നും ഓർമ്മയില്ല. 100 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കളി നമുക്ക് ജയിച്ചേ പറ്റൂ. കാരണം അത്രയും നമുക്ക് ആവശ്യമുള്ളൊരു ഗെയിമാണ് ഇത്. കാരണം ഞാൻ കുറേ കളി, ഞാൻ 5 6 7 കളി കളിച്ച് എല്ലാത്തിലും ഞാൻ 2-0 1-0 അവസാന നിമിഷം 0-0 അവസാനം തോക്കല്. അപ്പോൾ ഈ കളി നമ്മൾ ജയിക്കോ തോക്കുമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഒരു കംബാക്ക് അടിക്കാൻ വേണ്ടി ഒന്നും ആയിട്ടില്ല. എന്നാലും കംബാക്ക് കിട്ടിയാൽ കൊള്ളാം. കംബാക്ക് കാരണം എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ എന്തായാലും അവർ ഫസ്റ്റ് തന്നെ ഒരു ഗോൾ അടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാൻ കംബാക്ക് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കീപ്പർ ഒഡേഗാർഡ് അത് കൊടുത്തത് നടന്നില്ല. ഒരു ഷോട്ടാണോ നമ്മുടെ കീപ്പർ ജസ്റ്റ് മിസ്സിന്. കീപ്പർ കുറച്ച് പുറകിലോട്ട് പോയിട്ട് ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ അമ്മ പാസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഷിറ്റ്, അവിടെ ഞാൻ സ്ലൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നടന്നില്ല. അപ്പോൾ അതങ്ങനെ പോയി. ഇനി എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇനി നമുക്ക് പറ്റുന്നത്രയും ഞാൻ കളിക്കും. എങ്ങാനും 1 കംബാക്ക് നമുക്ക് പിടിക്കാൻ പറ്റിയാലോ. നമുക്കൊരു ത്രോയും കിട്ടിയിട്ടുണ്ട്. ആ ത്രോ നമ്മൾ ഫ്രാങ്ക് റിബറിക്ക് കൊടുത്തു. റിബറി പെഡ്രി ഒഡേഗാർഡ് ബിസ്പാസ് കൊടുത്ത് ഒഡേഗാർഡ് തിരിച്ച് കിട്ടി. ഒഡേഗാർഡ് ഒരു ഷൂട്ട് അടിച്ച് ഡേവിഡ് റയ പിടിച്ച്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ചെറിയൊരു കിച്ചുണ്ട്, അതാണ്. അപ്പോൾ എന്തുവാ, നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു പാസ് കൊടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ടു അങ്ങോട്ട് പിന്നെ മാർട്ടിൻ ഒഡേഗാർഡിൻ്റെ പാസ്സാണ് തെറ്റിപ്പോയി. ഒഡേഗാർഡ് കിട്ടില്ല. പെഡ്രി അലക്സാണ്ടർ ബാസ്റ്റണി മൈ ഗാഡ് ഒരു ചിപ്പിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത്, നടന്നില്ല. പക്ഷേ പിന്നെ റിബറി ചാടി മലന്നൊക്കെ ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തൊരാളിപ്പോൾ ഉണ്ടായിരുന്നു, അവന് കൊടുക്കായിരുന്നു. കൊടെ ഓക്കെ. ഒരു
ക്രോസ് ആൻഡ് എ ഷോട്ട്. നോ 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 നോ, അതെന്ത് കഷ്ടമാണ്. അടുത്ത ഷോട്ട്. ഓ, ദേശാഭിമാനി ആയല്ലോടാ അത്. ആകാശവാണി തിരുവനന്തപുരം പോയി. ഹാഫ് ടൈം ആവാറായി. എന്തായാലും ഞാൻ ഈ കളി നോക്കും, ഉറപ്പാണ്. എന്നാലും നമുക്ക് പറ്റുന്നത്രയും ട്രൈ ചെയ്യാം. ഇനി എന്താവുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ നല്ല പ്രസ് ചെയ്തും കളിക്കാം. സ്ലൈഡും അതും ഇതൊക്കെ ചെയ്തും കളിക്കാം. എടാ ഞാൻ ഓടിപ്പോയി അടിക്കൂടാ. നിങ്ങളൊക്കെ എന്തിനാ എത്ര പെട്ടെന്ന് അടിക്കുന്നേ? സബ് എന്തെങ്കിലും മാറ്റണോ? അതാണ് എനിക്ക് സംശയം. ഒന്ന് പോയി നോക്കാം. എല്ലാവരും ഫോം ഔട്ടാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കുന്നില്ല, എനിക്ക് വയ്യ. കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടോ? ആ ജിറോഡിനെ പിടിച്ചിട്ടാലോ? വേണോ? നമ്മൾ ജിറോഡിനെ പിടിച്ചിട്ട് എതിർ ടീമിനെ അല്ല നോക്കുന്നത്. ഞാൻ സാധാരണ അതാണ് നോക്കുന്നത്. റൊണാൾഡോ വലിയ കളിയില്ല. ഐ എം റൊണാൾഡോ ഫാൻ, ബട്ട് എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. റൊണാൾഡോയ്ക്ക് നല്ലൊരു കാർഡ് എൻ്റെ കയ്യിലില്ല. ഇനി ആരാ? നമ്മുടെ ബെർണാർഡോ സിൽവനെടുത്ത് ഹസാർഡിനെ അവരിട്ടിട്ടുണ്ട്. ഇത്തേക്കും എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു അവൻ്റെ ടച്ചാണ്. ഞാൻ വലിയ ഓർമ്മയില്ല. അവൻ്റെ ടച്ചാണ് തോന്നുന്നു. അതോ എൻ്റെ ടച്ച? അവൻ്റെ ആണ്. അവൻ്റെ അതിനാണ്. ഇനി 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്താവുമെന്ന് ഒരു പിടുത്തമില്ല. എനിക്കൊരു സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ കുറേ കളി നമ്മുടെ ആരായിരുന്നു ജിറോഡിനെ കൊണ്ട് സബ്ബൊക്കെ ഇറക്കി. എല്ലാ കളിയും അവൻ ഇറങ്ങി സബ് ഇറങ്ങുന്നു. എല്ലാ കളിയും സബ് ഇറങ്ങിയ നിമിഷം ഒരു അറ്റാക്ക് ഉണ്ട്. ഫസ്റ്റ് ഒരു അറ്റാക്ക്, എൻ്റെ മോനെ അറ്റാക്ക് ഇപ്പം തന്നെ ഉണ്ടോ? എല്ലാ മാച്ചിലും അതുണ്ട്. അതെന്തുവാന്ന് എനിക്ക് ഒരു പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഷോർട്ട് കോർണർ ടാക്ടിക്സ് ഉപയോഗിക്കാം. ബെർണാർഡോ സിൽവ ഷോട്ട് ഓൺ ടാർഗറ്റ് അല്ല. ഷോട്ട് ഇതുപോലെ അടിച്ചില്ല. ഓർഡർ അലക്സാണ്ടർ ബാസ്റ്റണി. ഹസാർഡ് നാണ്ട് ഓടി വരോട്. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ മാർസൽസ് ചാടി മറിഞ്ഞ് പിടി. ഇവിടെ റിബറി തൻ്റെ ചാടിയും കളി കളിക്കുന്നുണ്ട്. ജേക്കബ് കിബോർ, പെദ്രി ഷോട്ട് ക്ലിയർ ചെയ്യാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഷോട്ടായി. ഓക്കെ, ഇനി എന്താവുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എങ്ങനെ ഗോൾ അടിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനങ്ങനെ ഇട്ട് ഓ മൈ ഗോഡ് തീർന്നു. എൻ്റെ മോനെ മാർസൽസ് ട്രിബിളാ, ഫോർത്ത്. എന്തുവാടാ അത്? ഓക്കെ, ബെർണാർഡോ സിൽവ ബാക്ക് ഇറങ്ങി തെറ്റിപ്പോയി. വീണ്ടും തെറ്റി. താണ്ട തീർന്ന്. കീലിയൻ എംബുമോൻ താണ്ട നിൽക്കുന്നു. അലക്സാണ്ടർ ബാസ്റ്റണി, ഫ്രാങ്ക് റിബറി തെറ്റിപ്പോയി. അത് ശരിയായിരുന്നു, പക്ഷേ മിസ്പാസ്. വീണ്ടും ഗ്വാഡിയോൾ ഒരു ഷോട്ട് ചെയ്തോ. ആകാശവാണി തന്നെയായി. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ആകാശവാണിയാണ്. അത്ര ഫാൻസായി. എന്ത് ചെയ്യും? കളിയാക്കിയല്ല കേട്ടോ. ചുമ്മാ ഇതിനകത്ത് കളിയാക്കിയ. ശരിക്കും ആകാശവാണിക്ക് സെറ്റാണ്. സുരേഷ് ഗോപിയ റൈഗോടൊക്കെ എന്താണ് ഈ പൊട്ടനാണ് ഇവൻ. വെറുതെ ആ സൗണ്ട് നിന്നൊക്കെ പിടിയടിക്കുന്നു. എന്തായാലും സമയം കളയാൻ വേണ്ടിയുള്ള പണിയാണ്. ഒരു ഗോൾ അവൻ്റെ അടിച്ച് കയറ്റി കൊടുത്തിട്ട് വേണമെങ്കിൽ സമാധാനം പറയാം. ഇതെങ്ങനെ അടിച്ച് കൊടുക്കുമെന്നൊരു പിടുത്തമില്ലെന്ന്. എന്ത് ചെയ്യും? അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ അവൻ താണ്ടാ ഒളിമ്പിക്ക് ഓടിക്കാൻ നോക്കിയിരിക്കുന്നത്. അവൻ്റെ ഒളിമ്പിക്ക് ഞങ്ങൾ സൂചിക്കണ്ട. അതിൻ്റെ ഒളിമ്പിക്ക്. ഓക്കെ, ഫ്രാങ്ക് റിബറി തന്നെയാണ് അവിടെ നിന്ന് അടിക്കുന്നത്. ഞാൻ അങ്ങോട്ടൊക്കെ മാറിയോ കാണാൻ സ്ഥലോട്ട് പോകുന്നു. എന്തുവാടേ? ഓക്കെ, ഫ്രാങ്ക് റിബറി പോവാം. റിബറി എൻ്റെ മോനെ ബ്രദർഹുഡ്. അവിടെ ത്രോ പാസിട് മെസ്സി ഓട് അടിക്കാൻ പറ്റും. ഫ്രീ അടിക്കി
മഗൂസ്. ഇനി നമ്മൾ ജയിക്കും, ഇനി ഞാനൊരു ഗോൾ പോലും തിരിച്ചടിക്കത്തില്ല. അവനാണെങ്കിൽ ഇനി ഒരു ഭയമായിരിക്കും ഇനി അമ്പാടി പി എന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. അമ്പാടി പി വി എന്ന് പറഞ്ഞ അക്കൗണ്ട് അവൻ പേടിക്കും. അടിച്ച് കളടാ മാർസൽസേ, ബിഗ് ഹണ്ട് ചെയ്ത് അടിച്ച് പൊട്ടിക്കളാ, ത്രൂ കൊടുക്കണ്ടാ, അടിച്ച് കേട്ടടാ. ചാർജ് 15 ആയിട്ടുണ്ട്. സോറി ഗൈസ്, അത് അവിടെ വേണ്ടി വന്നത്. ബിഗ് ഹണ്ട് അങ്ങനെ കൊടുക്കല്ലേ, തീർന്ന് കൊടുക്കരുത്. പാസ് കൊടു, ഗോൾ അടിക്കാൻ പറ്റും. എടാ എന്തുവാടാ കാണിക്കുന്ന നീയൊക്കെ? ഉടായിപ്പ് കളി. എന്ത് ചെയ്യും? 3 മിനിറ്റോടെ ഉള്ളു, അപ്പോൾ ആരും ജയിക്കത്തില്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞോളാ. ഞാൻ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാം. എന്തായാലും തോക്കത്തില്ല. ഞാൻ കൗണ്ടറൊക്കെ അടിക്കൂടാ. ഇതാ ബോൾ അങ്ങോട്ട് കൊടുക്കുന്നു. ഓ ഞാൻ ഓടട്ടെ. എന്തുവാടാ ഇത്? മെസ്സിയടാ, എന്തുവാടാ അവസാന നിമിഷം അടിച്ചടാ അവര്. അവസാന നിമിഷം അടിച്ചടാ, എല്ലാം പോയടാ. 1-1 കട്ടപ്പെട്ട് നിന്ന സാധനവും പോയടാ. എന്ത് ചെയ്യാനാണെന്ന് പറ. എനിക്ക് കാണണ്ട. എന്തെത്ര പാസടാ അത്. കുറച്ച് പോസ്റ്റാടാ, കുറച്ചൊന്ന് അപ്പുറത്തോട്ട് വേറെ നിങ്ങൾ അടിച്ചും കളഞ്ഞാൽ 1-1 നിൽക്കായിരുന്നു. ടച്ചൊക്കെ ഇട്ടിട്ട് എന്ത് കാണിക്കാനാ? അടിച്ച് കളി കൊടിയാളാ, തീർന്നടാ. എന്തുവാടാ എനിക്ക് മാത്രം ഇങ്ങനെ? നിങ്ങളെനിക്ക് കൈ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ കൊരങ്ങന്മാരെ? തോറ്റിട്ട് എനിക്ക് പാസം കിട്ടുന്നില്ല, ബോളും കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഭ്രാന്ത്. എന്ത് കിട്ടിയാ എന്താ എനിക്കൊന്നും അറിഞ്ഞൂടാ. 5 ലക്ഷം എൻ്റെ പോനോ. 5 ലക്ഷം കിട്ടി. വലിയ കാര്യം. ഡിവിഷനിൽ നിന്ന് പ്രമോട്ട് പോലും ആയില്ല, എങ്ങനെയും കളിക്കുകയാണ് ഞാൻ വാങ്ങിയ. പക്ഷേ പന്ന പരിപാടി ആയല്ലോടാ, പന്ന പരിപാടി. എത്ര കട്ടപ്പെട്ട് അവിടെ വരെ എത്തിയത്, അതും പോയി. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പിടിക്കും. എന്തൊക്കെയോ കിട്ടിയെന്നൊക്കെ തോന്നുന്നല്ലോ ഈ ഫുട്ബോൾ ലീഗിൽ. എന്തുവാണ് സ്കോൾ ടൂറിങ് അതാണോ? എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. ഡിവിഷൻ 7 ആയിരുന്നു കേട്ടോ. ഞാൻ ഡിവിഷൻ 7 6 ഒക്കെ ആയിരുന്നു, പക്ഷെ കുറഞ്ഞു പോയി. അതെന്തോ സ്കോൾ ഗോളിങ് ഡ്യൂറിങ് PvP മാച്ചസ്. അപ്പോൾ അതും കിട്ടി. ഇനി എന്തുവാ വാട്ട് എക്സ്ട്രാസ് അക്കാഡമി. എക്സ്ട്രാസിൽ പോയിട്ട് നമ്മുടെ അതൊക്കെയൊന്ന് മാറ്റാൻ മാറ്റണോ? മാറ്റിയൊക്കെ പെല വേണ്ട. പെലയും പുറകത്തെ പിക്കിൻ്റെ അതും കൊള്ളത്തില്ല. ബേലിടാം, ബേലിട്ടാലോ? എന്തുണ്ട് ആ ബേലിടാം. ഇതിൻ്റെ പുറകെ നീല കൊടുക്കുക. അത് കറക്റ്റ് കണ്ട. ഹയസ്റ്റ് PvP ഡിവിഷൻ 6, ഡിവിഷൻ 7. പക്ഷെ എല്ലാം കുറഞ്ഞു പോയി. ഇത് ചെയ്യും നമ്മൾ. എൻ്റെ ടീം നിങ്ങളൊന്ന് കാണിക്കൂ. കണ്ടോ, ഞാൻ വലിയ ബണ്ടോരം പ്ലേയേഴ്സിനെ കൊണ്ടൊന്നും കളിപ്പിക്കത്തില്ല. കാരണം പ്ലേയേഴ്സൊന്നും ഇല്ലടേ. ലാമിനമ്മനെ കണ്ടോ? അതുപോലെ ബേസ് കാർഡാണെന്ന് തോന്നുന്നു. ആണ് ബേസ് കാർഡാണ്. ഞാൻ എത്ര 4 ലക്ഷം 5 ലക്ഷം ഇല്ല 3.5 ലക്ഷം GP. അതെ, ആ GP കൊടുത്തിട്ട് ഒപ്പിച്ച സാധനമാണ്. എൻ്റെ കോയിൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര 300 ഉണ്ടായിരുന്നു. 5 ലക്ഷം താഴെ 50,000 കിട്ടിയിട്ട് എന്തിനാടേ? പ്രത്യേകിച്ച് ഒരാവശ്യമൊന്നുമില്ല. ഉണ്ടോ? റിസീവുകൾ നെക്കായിരുന്നു, പക്ഷേ വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യുക, അത് തന്നെ.
ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. എനിക്ക് ഈ പാക്ക് കറക്കാനോട്ട് തോന്നുന്നില്ല, അതാണ്. ഇതെല്ലാം നണ്ടേരെ കത്തി കിടക്കുന്നത്, അതൊക്കെ ഒന്ന് നോക്കാം. എനിക്ക് ഈ കുറേ നമ്മൾ കളി തീർക്കുമ്പോൾ എല്ലാം ക്ലീൻ ആയിരിക്കണം നമ്മുടെ എല്ലാം. പിന്നെ പിറ്റേ ദിവസം തൊട്ട് തുടങ്ങി പക്ഷേ ഫുള്ള് ക്ലീൻ ആൻഡ് നീറ്റ്. അതെന്താണെന്ന് എനിക്കറിയാം, എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി എന്തുവാണ് ചെയ്യാനുള്ളത്?